ജന്മാദ്യസ്തേതുന്നയാതിദർദച്ചാർത്തേഷ വിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയെ മുഹ്യന്തേ സൂര്യ തേജോ വാരിമൃതാമ്യഥാ വിനിമയോ യത്ര ത്രിസർഗോ മുഷാ ധാംനാ സ്വേന സദാ നിരസ്ത കുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്തവർക്ക് അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നിങ്ങളുടെ സഹകരണമാണ് ഈ ചാനൽ നിലനിർത്തിപ്പോകുന്നത്. ഭഗവാന്റെ അവതാരങ്ങൾ ബ്രഹ്മദേവൻ തൻ്റെ പുത്രനായ നാരദനോട് വർണ്ണിച്ചു കൊടുക്കുകയാണ്. 3 ശ്ലോകം കൊണ്ടാണ് രാമാവതാരം. 23 ഇക്ഷ്വാകു വംശത്തിൽ ജനിച്ചു. ആ രാമന് ഒരുപാട് വിഷമങ്ങൾ രാവണൻ സൃഷ്ടിച്ചു. അതാണ് 23-ാമത്തെ ശ്ലോകത്തെ ദശകന്ധര ആർത്തിം ആർച്ചത്. ദശകന്ധരൻ ദുഃഖത്തെ ഉണ്ടാക്കി. പിന്നത്തേൽ ഉദതിരൂഢ ഭയാങ്ക വേപാത്, സമുദ്രത്തെ വിറപ്പിച്ച ആളാണ്. അവനെ ദ്രോഹിച്ചുകൊണ്ടൊന്നും ഭഗവാൻ തോറ്റിട്ടില്ല. വഴി ചോദിച്ചപ്പോൾ സമുദ്രം അങ്ങനെ മടിച്ചു. അങ്ങനെ ആഗ്നേയാസ്ത്രം കൊണ്ട് സർവ്വ വെള്ളവും വറ്റിച്ച് ഇതിനകത്ത് ഒരു തുള്ളി വെള്ളം ഇല്ലാതെ ഞാനിപ്പോൾ ആക്കി കാണിച്ചു തരണോ എന്നങ്ങോട്ട് ചോദിച്ചപ്പോൾ സമുദ്രദേവൻ വിറച്ചതിനെ തുടർന്ന് ആ ഒരു ഓർമ്മയ്ക്കാണത്രേ രാമേശ്വരത്ത് ഇപ്പോഴും തിരയില്ല. രാമേശ്വരം എന്നാണ് പറയണത് ആ സ്ഥലത്തിന്. അവിടെ തിരയില്ല എന്ന് പറയുന്നു. അത്ഭുതമല്ലേ? എത്രയോ ദിക്കിൽ തിരയുണ്ട് അല്ലേ? തിരയില്ലാത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് ഈ ഭഗവാനെ പേടിച്ച് ഒതുങ്ങിയത് കൊണ്ടാണ് എന്ന് ഐതിഹ്യമായിട്ട് പറയുന്നു. ഇതിലാണ് 2-ാമത്തെ ശ്ലോകം. 24-ാമത്തെ മാർഗത്തെ ചോദിച്ചു വഴി. 3-ാമതോ രാവണൻ്റെ മഹത്വം പറയുന്ന ശ്ലോകമാണ്. പക്ഷസ്ഥലസ്പർശരുഗ്ണ മഹേന്ദ്രവാഹ. ഈ ഇന്ദ്രൻ്റെ ഇഴാവതം കുത്തിയിട്ട് പോലും പോർലേൽക്കാത്ത അവനെ വധിച്ചു. അത് 25-ാമത്തെ. 23, 24, 25 രാമാവതാരം. 26-ാമത്തെ പരശുരാമാവതാരം. ബ്രാഹ്മണ ദ്രോഹികളായിട്ടുള്ള ക്ഷത്രിയരെ ഭഗവാൻ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അവതാരം ഉണ്ടായത്. ക്ലേശവ്യായ കലയാസിത കൃഷ്ണകേശ എന്ന് പിന്നെ പരശുരാമനായിട്ട് അവതരിച്ചു, രാമകൃഷ്ണന്മാരായിട്ടും അവതരിച്ചു. അടുത്ത രാമകൃഷ്ണന്മാരാണ് കേട്ടോ. ഇതിന് മുമ്പെയാണ് പരശുരാമനെ പറഞ്ഞത് 22-ാമത്തെ ശ്ലോകത്ത്. ഇവിടെയോ 26-ാമത് ഭൂമേ സുരേതര വരൂത വിമർദ്ദിതായ. രൂത വിമർദ്ദിതായ ആസുര സൈന്യത്താൽ ഉപദ്രവിക്കപ്പെട്ട ഭൂമിയുടെ ക്ലേശങ്ങളെ ഇല്ലാണ്ട്, ക്ലേശവ്യയായ അസുരന്മാരാൽ സുരന്മാരല്ലാത്തവർ വരൂത വിമർദ്ദിതായ അവരാൽ ദ്രോഹിക്കപ്പെട്ട ഭൂമിയെ രക്ഷിക്കാനായിട്ട് കലയാ സിത കൃഷ്ണകേശ, കല കൊണ്ട് അംശം കൊണ്ട് സിത കൃഷ്ണകേശ. സിതെന്ന് പറഞ്ഞാൽ വെളുപ്പ്, അസിത കൃഷ്ണകേശ. സിതല്ല, കലയാ നീട്ടുണ്ട്. അപ്പോൾ അസിതം എന്ന് പറഞ്ഞാൽ വെളുപ്പാണ്. സിതം എന്ന് പറഞ്ഞാൽ കറുപ്പ്, അസിതം വെളുപ്പും. കൃഷ്ണകേശ, അസിത കൃഷ്ണകേശ, കറുത്തും വെളുത്തും ഇരിക്കുന്ന 2 അവതാരങ്ങൾ. ബലരാമൻ വെളുപ്പും ഭഗവാൻ കറുപ്പും. കലയ അസിത കൃഷ്ണകേശ. കൃഷ്ണൻ കറുപ്പാണ്, അസിതം എന്ന് പറഞ്ഞാൽ വെളുപ്പാണ്. സിതം എന്ന് പറഞ്ഞാൽ കറുപ്പ്, അതിൻ്റെ ഓപ്പോസിറ്റ് അസിതം. ഭഗവാൻ വിഷ്ണുവിൻ്റെ വെളുത്ത മുടി ബലരാമനും കറുത്ത മുടി കൃഷ്ണനുമാണ് എന്നൊരു സങ്കല്പമുണ്ട്. അങ്ങനെയാണ് പറയുക. അതുകൊണ്ടാണ് കൃഷ്ണൻ കറുപ്പും ബലരാമൻ വെളുപ്പും. അങ്ങനെ 2 അവതാരത്തെ എടുത്തു. കൃഷ്ണനപ്പം 3 ഉണ്ട്, രാമൻ 3 ഉണ്ട്. ശ്രീരാമൻ, ബലരാമൻ, പരശുരാമൻ. കൃഷ്ണനൊന്നു തന്നെയുള്ളൂ. ജാതകരിഷ്യതി ജതാനുപലക്ഷ്യമാർഗ കർമാണി ചാത്തമഹിമോപ നിബന്ധനാനി. ജനാൻ ഉപലക്ഷ്യമാർഗ, ജനങ്ങളാൽ
അറിയപ്പെടാൻ കഴിയാത്ത രീതിയിലുള്ള ലീലകൾ അഗാധമാണ്. ഭഗവാന്റെ ലീലകളുടെ ആ യഥാർത്ഥ രഹസ്യം അറിയാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ബാലിയെ കൊന്നതിന് നമ്മൾ കുറ്റം പറയണത്. യഥാർത്ഥ തത്വം അറിയില്ല എന്നാ കുറ്റം പറയില്ല. എന്തിനെ സീതയെ ഉപേക്ഷിച്ചു, ഇങ്ങനെയൊക്കെയുള്ള കുറേ അറിയപ്പെടാൻ കഴിയാത്ത അവിടെ എന്താണ് ജനാൻ അനുപലക്ഷ്യമാർഗ. ഉപലക്ഷ്യം അറിയപ്പെടുന്നത് അനുപലക്ഷ്യം അറിയാൻ കഴിയാത്ത ഗൂഢമാർഗങ്ങളോടുകൂടിയ ഭഗവാൻ അവതരിച്ചിട്ട ജാത ആത്മമഹിമോപനിബന്ധനാനി. തൻ്റെ മഹിമയെ സൂചിപ്പിക്കുന്ന ആത്മമഹിമ, തൻ്റെ മഹിമയെ നിബന്ധനാനി കാണിച്ചു കൊടുക്കുന്ന കർമാണി കരിഷ്യതി ചെയ്യും. അവിടെ ഫ്യൂച്ചർ ടെൻസിൽ കൊടുക്കാൻ കാരണം നാരദൻ പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ കൃഷ്ണാവതാരം ഉണ്ടായിട്ടില്ല. അപ്പം അതുകൊണ്ടാണത് ഭാവി കാലത്തിൽ പറഞ്ഞത്. ജാതകരിഷ്യതി, കരിഷ്യതി എന്ന് പറഞ്ഞാൽ ചെയ്യും, ഫ്യൂച്ചർ ടെൻസാണ്. ജനാൻ അനുപലക്ഷ്യമാർഗ, പെട്ടെന്നൊന്നും മനസ്സിലാവാത്ത രഹസ്യത്തോടു കൂടിയ ലീലകളോടുകൂടി കർമ്മങ്ങൾ ചെയ്ത് കർമാണി ചാത്മമഹിമോപനിബന്ധനാനി, തൻ്റെ മഹിമയെ കാണിക്കുന്ന കർമ്മത്തെ കരിഷ്യതി ചെയ്യും. രാമകൃഷ്ണന്മാരായിട്ട് അവതരിച്ചത്. ഇനി അടുത്തത് കൃഷ്ണാവതാര ലീലകളെ ഒന്ന് വേറെ വർണ്ണിക്കുകയാണ്. ചുങ്കൂടി തോകേന ജീവഹരണം മെദുലൂകികായ ത്രൈമാസിക പദാശകടോപവൃത്ത യത്രിംഗതാം ദലഗതേന ദിപിത് പ്രശോർവ ഉന്മൂലനം തിതരഥാർജുനയോർ ന ഭാവ്യം. 3 ലീലയാണ് കൃഷ്ണാവതാരത്തിൽ അതിൽ പറഞ്ഞത്. ബാക്കിയൊക്കെ അടുത്ത ശ്ലോകമായിട്ട് അങ്ങനെ പറഞ്ഞു പോവുകയാണ്. പൂതന, ശകടാസുരൻ ഇവരുടെയൊക്കെ വധം. തോകേന, ഒരു ബാലനാൽ, കൃഷ്ണൻ കുട്ടിയാവുമ്പോഴാണ് പൂതനയെ കൊന്നത്. ഉലൂകിയായ പൂതനയുടെ ജീവഹരണം. ത്രൈമാസികസ്യ, 3 മാസം പ്രായമുള്ളവൻ്റെ കാൽ കൊണ്ട് ശകടോപവൃത്ത. ശകടാസുരനെ കൊന്നപ്പോൾ ഭഗവാന് 3 ദിവസം പ്രായമാണ്. 3 മാസമല്ല, 3 വർഷമല്ല, 3 ദിവസം. ആലോചിച്ച് നോക്കണം. അപ്പോൾ ഭഗവാന്റെ ദുർബോധമായിരിക്കുന്ന ലീലകൾ, അത്ര പെട്ടെന്നൊന്നും ഒരാൾക്ക് മനസ്സിലാവാൻ കഴിയാത്ത ലീലകൾ എന്ന് നേരത്തെ പറഞ്ഞു. ആത്മമഹിമ ഉപനിബന്ധനാനി. അതുകൊണ്ടാണ് 3 ദിവസം പ്രായമായിട്ടുള്ള ഭഗവാന്റെ കാലുകൊണ്ട് ശകടാസുരൻ വധിക്കപ്പെട്ടത്. അസാധാരണമാണ് എല്ലാം. അല്ലെങ്കിൽ ഭഗവാന്റെ ആ ഒരു ലീലയ്ക്ക് മഹത്വം ഇല്ലല്ലോ. എല്ലാവരും ചെയ്യണത് ഭഗവാനും ചെയ്താൽ അതിലെന്ത് അത്ഭുതം കിടക്കണം. അപ്പം അതിൽ അത്ഭുതങ്ങൾ വേണം. ചില ആൾക്കാർ ഈ സിനിമയെ തന്നെ സ്വാഭാവികത ഉണ്ടായിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കണവർ എത്രയോ ആളുണ്ട്. നമ്മൾ ജീവിക്കണു, ഊണ് വയ്ക്കണു, ചോറ് വയ്ക്കണു, കൂട്ടാൻ വയ്ക്കണു, അങ്ങനെ തന്നെ സിനിമയായി. പിന്നെ എന്തിനാ സിനിമ? അത് സിനിമയിൽ ചില അസംഭാവ്യമായിട്ടുള്ളതൊക്കെ വേണ്ടേ? ഒരാളങ്ങനെ വാദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ എന്ത് സിനിമയാണ്? നമ്മൾ ഊണ് വെച്ച ഒരു ഗസ്റ്റ് വന്ന് വർത്തമാനം പറഞ്ഞു, അത് കുറച്ചൊക്കെ അങ്ങനെ അസംഭാവ്യമായിട്ടുള്ളതൊക്കെ ഉണ്ടായിക്കോട്ടെ, സിനിമയല്ലേ, അപ്പോഴല്ലേ അതിനൊരു പുതുമയുള്ളൂ എന്നാ. അപ്പോൾ ചെറുതായിട്ടുള്ളൊരു കലാരൂപമായ സിനിമയിലടക്കം അസ്വാഭാവികതയെ സ്വാഗതം ചെയ്യുന്നവരാണ് വലിയൊരു അനുവാചകർ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാണത്. എത്ര സിനിമയുണ്ട് ലോകത്തിൽ സംഭവിക്കാത്തതൊക്കെ സംഭവിച്ചു. ഒക്കെ അങ്ങനെയാണ് പലച്ചേ അങ്ങ് നോക്കുക വെച്ചാൽ. സംഭവങ്ങളുടെ ആ ഒരു പോക്ക് അങ്ങനെയാണെങ്കിൽ കാണിക്കുന്ന വിധമൊക്കെ അത്ഭുതമല്ലേ. ആകാശത്ത് പറക്കണതും തലകുത്തി വീഴണതും തിരിഞ്ഞ് ചാടിത്തലത്ത് ഇങ്ങനെയൊക്കെ ചാടാൻ പറ്റുമോ? ആലോചിച്ച് നോക്കൂ. ഒരു 8-10 ആൾ കൈക്കോട്ടും മഴവും തോളയൊക്കെ എടുത്തിട്ടൊരു നായകനെ നായകൻ ഒരു കാലം കൊണ്ട് ഒരു പുറത്തെ ആൾക്കാരെ അടിച്ചു, മറ്റേ കാലം കൊണ്ട് മറ്റേ ഒരു കൈ കൊണ്ട് കുറേ ആൾ നടക്കുമോ? ഇത് നടക്കണതാണോ? 5-8 ആൾ ആയുധധാരിയിലായിട്ട് എത്ര കേവലായാലും. പക്ഷെ അവിടെ അത് ത്രില്ലിന് വേണ്ടിയാണ്. അത് അവിടെ ഒരു കുഴപ്പമൊന്നുമില്ല, സിനിമയാണ്, കൈ കൊട്ടാനും കൂക്കാനും അല്ലേ. അപ്പോൾ അത് തെറ്റൊന്നുമല്ല, അപ്പോൾ ഒരു മഹാപരാധമൊന്നുമില്ല. അങ്ങനെ ആകുമ്പോഴേ അതിനൊരു ത്രില്ലുള്ളൂ. അതേപോലെ അതിനെപ്പോലും ഭഗവാൻ നമ്മൾ സ്വീകരിക്കുന്നുവെങ്കിൽ
പിന്നെ സർവശക്തനും അത്ഭുത ലീലകൾ ഉള്ള ഭഗവാനും അത്ഭുതങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അയ്യേ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ എന്ന് ചോദിക്കുന്നതാണ് വിവരക്കേട്. അതാണ് വിവരക്കേട്. അങ്ങനെയൊക്കെ ഉണ്ടായാലേ ഭഗവാനാവുള്ളൂ, നമ്മളിൽ നിന്ന് വ്യത്യസ്തനാവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ എന്താണ് അതാണ് ഇവിടെ ചോദ്യം തന്നെ. തോകേന ജീവഹരണം ബദുലൂകികായാൻ. എങ്ങനെയാണ് പൂതനയുടെ ഉലൂകി എന്ന് പറഞ്ഞാൽ രാക്ഷസിയായിട്ടുള്ള പൂതനയുടെ ജീവഹരണം ഉണ്ടാവുക? ഉലൂകിയായ പൂതന രാക്ഷസി. അതുപോലെ ത്രൈമാസികസ്ഥ പദാശകടോപവൃത്ത. 3 ദിവസം പ്രായമായിട്ടുള്ള കുട്ടിയൊരു അസുരനെ കൊല്ലുക, ശകടാസുരനെ. അപാരമായിട്ടുള്ള മഹിമ ഇല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെ നടക്കാനാണ് എന്നാണ് ചോദിച്ചിട്ടാണ് ശ്ലോകം. ചോദ്യമാണ്. യദ്രിംഗത അന്തരഗതേന വിസ്പൃശോറുക. ഇനി വേറൊന്ന്, 2 മരത്തിൻ്റെ നടുവ് കൂടെ ഒരല് വലിച്ചാൽ മരം വീണാ കുട്ടിക്കൊന്നും സംഭവിക്കാതിരിക്കുക. നടക്കുമോ അത്? കുട്ടിയുടെ പൊടി ഉണ്ടാവുമോ സാധാരണ നിലയ്ക്കാണെന്ന് വെച്ചാൽ? അല്ലെങ്കിൽ ഈ ഒരലൊക്കെ വലിച്ചിട്ട് എങ്ങനെയാണ് അത്ര ചെറിയൊരു കുട്ടിക്ക് നീങ്ങാൻ പറ്റുക? കെട്ടിയിട്ട് അവിടെ നിൽക്കുന്നു വിചാരിച്ചിട്ടല്ലേ കെട്ടിയിട്ട്? അത് വലിച്ചും കൊണ്ട് പോയി ഇല്ലേ? അതുകൊണ്ടൊരു കാര്യം സാധിക്കുകയും ചെയ്തു. ഇതൊക്കെ ഒരു സാധാരണക്കാരനെ സാധിക്കുന്ന കാര്യമാണോ? മരാണ്ട് വീണു, അതിൻ്റെ ഉള്ളിൽ നിന്ന് യമളാർജുനന്മാർ വന്നു, നാളെ കൂപരമണിഗ്രീവന്മാർ. അവരാണ് ഭഗവാനെ സ്തുതിക്കുക ചെയ്യണം. ഒരു ചെറിയ കുട്ടിയെ അങ്ങനെ യക്ഷന്മാർ വന്നിട്ട് സ്തുതിക്കുക കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? അപ്പോൾ ഭഗവാന്റെ ആ മഹാഭാരമായിട്ടുള്ള മഹിമ വിളിച്ചു പറയുന്നതാണ് കുട്ടി നാരദ ഭഗവാന്റെ ലീലകൾ. ഓരോന്നും അത്ഭുതകർമ്മണ ഹരേര അത്ഭുതകർമ്മണ, സാധാരണ കർമ്മല്ല, അത്ഭുതകർമ്മണ. യദ്രിംഗതന്തരഗതേന, അന്തരഗതേന 2 മരത്തിൻ്റെ നടുവ് കൂടെ പൂവണേനാണ് അന്തരഗതേന. ദിവിപ്രശോർവ ഉന്മൂലനം തിരത് അർജുനയോർ നിവാമ്യം. അർജുനയോർ യമളാർജുനന്മാർ. അങ്ങനെ അവരെ മോക്ഷം കൊടുത്തു. അടുത്തത് യത്പയ വ്രജയ വ്രജപശുൻ. ഇതൊക്കെ കൃഷ്ണാവതാരാട്ടോ. ഇനി ഇവിടെ അങ്ങോട്ട് വേറെ അവതാരമല്ല, വരാൻ പോണേ ഉള്ളൂ. യത്പയ വ്രജയ വ്രജപശുൻ വിഷതോയ പീതാൻ പാലന്ത ജീവയതനുഗ്രഹദൃഷ്ടി വൃഷ്ട്യ തച്ചുക്തയേത് വിഷബീജവിലോലജിക്കമുച്ചാടൈഷ്യദുരകം വിഹരൻ ഹൃദിന്യാം. ഗോകുലത്തിൽ വ്രജേ വിഷതോയ പീതാൻ, വിഷജലം, തോയം വെള്ളം, വിഷതോയം വിഷജലം കുടിച്ച്, കാളിയൻ കലക്കിയിട്ടുള്ളതായിട്ടുള്ള വിഷം ഉള്ള വെള്ളം കുടിച്ചിട്ട്, വ്രജപശൂൻ ഗോകുലത്തിലെ പശുക്കളെയും അവരെ പാലിക്കുന്ന ഗോപന്മാരുടെയും പാലാൻ, വ്രജപശൂൻ പ്ലസ് പാലാൻ അവരെയും രക്ഷിച്ചു ഭഗവാൻ. അനുഗ്രഹദൃഷ്ടി വൃഷ്ട്യ. ഈ കാളിയൻ്റെ വെള്ളം കുടിച്ചിട്ട്, കാളിയൻ കലക്കിയ വെള്ളം കുടിച്ച് അവരൊക്കെ മരിച്ചു വീണു എന്നാണ് കാളിയമർദ്ദനത്തിൽ പറയണത്. അത് കണ്ട് പലരും ദുഃഖിച്ചു. മരിക്കാത്തവർ ഒരു ദുഃഖിക്കില്ലല്ലോ. ഭഗവാൻ ദുഃഖിച്ചിരിക്കുകയല്ല ചെയ്ത്, ഒറ്റ നോട്ടം കൊണ്ട് അവരെ അങ്ങോട്ട് ജീവിപ്പിച്ചു. ആർക്കാ കുട്ടി കഴിയാന്ന് ചോദിക്കുകയാണ് നാരദനോട്. ഇതൊക്കെ ഒരു മനുഷ്യന് കഴിയണതാണോ? നോട്ടം കൊണ്ട് മരിച്ചവരെ ജീവിപ്പിക്കുക, അതാണ് ഭഗവാൻ. അനുഗ്രഹ ദൃഷ്ടി വൃഷ്ട്യ. അനുഗ്രഹത്തോടു കൂടിയിട്ടുള്ളതായ നോട്ടവർഷം, വൃഷ്ടി മഴ, നോട്ടമഴ അല്ലെങ്കിൽ വൃഷ്ടി മഴ, അതിൻ്റെ മഴ കൊണ്ട് അനുഗ്രഹരൂപമായ അനുഗ്രഹദൃഷ്ടി കൊണ്ട് ആജീവയത്ത് ജീവിപ്പിച്ചു. അജീവയത്ത് ക്രിയയാണ്, ജീവിപ്പിച്ചു. ആരെ? പശൂൻ പാലാൻ, പശുക്കളെയും അവരെ രക്ഷിക്കുന്നവരെയും. 2 കൂട്ടരും മരിച്ചു. കാളിയൻ ചേർത്ത വിഷജലം, കാളിയൻ കലക്കിയ വിഷം ജലം കുടിച്ചിട്ട് നോട്ടം കൊണ്ട് അവരെ വിജയിപ്പിച്ചു. വിഹരൻ അതിവിഷബീജവിലോച ജിഹ്വ. അതിവിഷശക്തിയോട് കൂടിയിട്ടുള്ള ജിഹ്വ നാവ്, അങ്ങനെയുള്ള പാമ്പിനെ ഉച്ചാടയിഷ്യത് അവിടുന്ന് ഓടിച്ചു. ഇവിടെ എങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ നോക്കിക്കോന്ന് പറഞ്ഞിട്ട് തൻ്റെ സ്ഥാനമായിരിക്കുന്ന രമണക ദ്വീപിലേക്ക് ഭഗവാൻ കാളിയനെ പറഞ്ഞയച്ചു. അത് ശരിക്കും പറഞ്ഞിരിക്കുകയാണ്. കാളിയവർദ്ധനൊക്കെ കൃഷ്ണാവതാരത്തിൽ
ആണ് വർണ്ണിക്കുക. അതൊക്കെ അവർ വിസ്തരിക്കുന്നുണ്ട്, 2 അധ്യായത്തിൽ വിസ്തരിക്കും കാളിയമർദ്ദനം. അപ്പോൾ ശ്ലോകത്തിൽ ഇവിടെ കരുതി കഴിച്ചു, തൻ്റെ സ്ഥലത്തേക്ക് ഓടിച്ചു, ചാടനം ചെയ്യുക. ചാടയിഷ്യദുരകം, ആ പാമ്പിനെ വിഹരൻ ഹൃദിന്യാം. ആ ഹൃദം എന്ന് പറഞ്ഞാൽ തടാകമൊക്കെ അടങ്ങിയിട്ടുള്ള നദിക്കാണ് ഹൃദിന്യാം. അതിലാണ്ട് കളിച്ചു ഭഗവാനും. കാളിയൻ്റെ എല്ലാ ശല്യവും നീക്കി. വ്രജപശൂൻ വിഷതോയ പീതാൻ പാലാൻ പറഞ്ഞാൽ ഗോപാലന്മാർ ചുരുക്കി പറഞ്ഞിരിക്കുകയാണ്. വ്രജപശൂൻ പശുക്കളെയും പശുക്കളെ പാലിക്കുന്നവരെയും അനുഗ്രഹദൃഷ്ടിവൃഷ്ട്യ തച്ചുത്തയെ അതിവിഷവീര്യ വിലോലജിക്കമുച്ചാടയിഷ്യദുരകം. ഉഗ്രമായിട്ടുള്ള വിഷമുള്ള നാവ് കൊണ്ട് ചീറ്റുന്ന ആ പാമ്പിനെ അവിടെ നിന്ന് നേക്കുമായി ഭഗവാൻ ഉച്ചാടനം ചെയ്തു. എൻ്റെ സ്ഥലമാണ് രമണക, അവിടേക്ക് പോക്കോന്ന് പറഞ്ഞു. ഇവിടെ ഇങ്ങനെ കാണരുത്. ഈ നദിയിലത്തെ വെള്ളം എല്ലാവർക്കും കുടിക്കാനും കുളിക്കാനും ഉള്ളതാണ്, നനക്കാശ് ഇതാക്കാനുള്ളതല്ല. കടന്നിട്ട് എന്നും പറഞ്ഞ് എന്നേക്കുമായിട്ട് അതിൻ്റെ ഉപദ്രവം ഭഗവാൻ തീർത്തു കൊടുത്തു. തത്കർമ്മ ദിവ്യം ഇവ നിശ്ചയാനം ദാവാഗ്നിനാശി ജീവനെ പരിതയ്യമാനേ ഉണ്ണേഷ്യതി വ്രജമതോവസിതാന്തകാലം നേത്രേ പിതായ സബലോൻ അതിഗമ്യ വീര. അന്ന് രാത്രി കാളിയമർദ്ദനം കഴിഞ്ഞ ദിവസം അവർ അവിടെ കടന്നു. നിശ്ചയാനം, രാത്രി കടന്നപ്പോൾ കാട്ടുതീ വന്നു. ആണ് ദാവാഗ്നി മോചനം എന്ന ലീല. ദാവാഗ്നി കാട്ടുതീയ്. ദാവാഗ്നിന ശിജീവനെ പരിതയ്യമാനേ. കാട്ടുതീയാൽ എല്ലാവരും പേടിച്ചു ദുഃഖിച്ചു കരഞ്ഞു. ആ സമയത്ത് ഭഗവാൻ ആ അഗ്നിയെ പാനം ചെയ്ത് അകത്തേക്കാണ്ടാക്കി. ഉന്നേഷ്യതി വ്രജമതോവസിതാന്തകാലം നേത്രേ പിതായ സബലോനധിഗമ്യ വീര. ആ രാത്രിയിൽ കണ്ണുകളെ അടയ്ക്കാൻ പറഞ്ഞു ഭഗവാൻ. എല്ലാവരും കണ്ണടച്ചോളൻ, തീയൊന്നും ഉണ്ടാവില്ല തുറക്കുമ്പോഴേക്കും. കണ്ണാടച്ചു, ഇനി തുറന്നോളാൻ പറഞ്ഞു. അപ്പോഴോ തീയൂല്ല, ഒന്നുമില്ല. എങ്ങനെയാണ് ആ തീയിനെ ഇല്ലാണ്ടേക്കിയത്? അതാണ് ഇവിടെ പറഞ്ഞത്. ഭഗവാന്റെ ആത്മമഹിമ ലോകത്തിന് കാണിച്ചു കൊടുക്കത്തക്ക ലീലകൾ. നേത്രേ പിതായ്യ എന്ന് പറഞ്ഞാൽ കണ്ണടപ്പിച്ചിട്ട് എന്നാണ്. നിധായ അടച്ചിട്ട്, നിധായ്യ അടപ്പിച്ചിട്ട്, മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുക, പ്രേരകക്രിയ എന്ന് പറയും. അടച്ചിട്ട് നല്ല അടപ്പിച്ചിട്ട്. സബലോനധികം ബലരാമനോട് കൂടിയിട്ട് ആ അഗ്നിയിൽ നിന്ന് അവരെ മോചിപ്പിച്ചു. അത് ദാവാഗ്നിമോചനം എന്ന ലീല. ഇനി അടുത്തത് 30. ഗൃണ്ണീത എത്തുബന്ധമമുക്ഷ്യമാതാ ശുൽഭം സുദർശനത് തദത്തമമുക്ഷ്യമാതി യജൃംബദോത്സവദനെ ഭുവനാനി ഗോപി സംവിറ്റ്യ സംഗീതമന പ്രതിബോധിതാസീൻ. അമുഷ്യ ഇവൻ്റെ മാതാ യശോദ അമ്മ സുതസ്യ പുത്രൻ്റെ ഉപബന്ധം ബന്ധനസാധനമായിട്ട് ശുൽഭം ഏത് കയറിനെ ഗൃണീതം ഗ്രഹിച്ചുവോ. ശുൽഭം എന്ന് പറഞ്ഞാൽ കയർ കെട്ടിയിട്ടു ഇല്ലേ. തൈർക്കൊടൊക്കെ ഉടച്ച് തൈരൊക്കെ കളഞ്ഞപ്പോൾ യശോദയ്ക്ക് ദേഷ്യം അത് കയറുകൊണ്ട് കെട്ടിയിട്ടു എന്നാണ്. ശുൽഭം കയർ. യത് ശുൽഭം ഗൃണ്ണീതം ഏതേത് കയറ് കൊണ്ടുവന്നുവോ അതൊന്നും മതിയായില്ല. ഇതിലും വലിയ അത്ഭുതം വേറെ എന്താ വേണ്ടത്? തത് അതാത് മതിയാകുന്നില്ല. ഇവിടെ ഒരു അത്ഭുതം. ഒരറ്റം ഒരലിൻ്റെ അടുത്ത് കെട്ടി. ശരിക്കും പറയാച്ചാൽ ഭഗവാന്റെ അരക്കെട്ട ആ ഉരലിൻ്റെ അത്ര ഇല്ല. ഉണ്ടോ? ചെറിയ കുട്ടിയുടെ അരക്കെട്ടെ അതിന് ആ ഉരൽ കെട്ടാൻ തികഞ്ഞ കയറ് എന്തേ ഇവിടെ ഭഗവാന്റെ അരക്കെട്ട് കെട്ടാൻ തികയാണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ മഹാത്ഭുതമല്ലേ? ആലോചിച്ചു. അരക്കെട്ടിൻ്റെ അത്രയും കൂടി ഉണ്ടോ, അല്ല ഉരലിൻ്റെ അത്രയും ഉണ്ടോ ഭഗവാന്റെ അരക്കെട്ട് എന്ന് ചോദിച്ചാൽ ചെറിയ കുട്ടിയാണ്, ഉണ്ടാവണം എന്നില്ല. പക്ഷെ അവിടെ കെട്ടാൻ പറ്റി, ഇവിടെയോ കെട്ടാൻ പറ്റിയതുമില്ല. എന്തൊരത്ഭുതമാണത്! അതാണ് ഭഗവാന്റെ മഹത്വം.
ജഡവസ്തുക്കളെ മാത്രമേ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. ഈ ലോകത്തിലത്തെ കാര്യങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. ഈശ്വരനെ നിയന്ത്രിക്കാൻ നമ്മളായിട്ടില്ല, ആവില്ല. എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നതായിട്ടുള്ള ഭഗവാനെ കെട്ടാൻ ആവണമെങ്കിൽ എളുപ്പമല്ല. എന്നാൽ പറ്റില്ലേന്ന് ചോദിച്ചാൽ പറ്റും. ഭക്തി കൊണ്ട്, ഉപാസന കൊണ്ട്, സാക്ഷാത്കാരം കൊണ്ട് ഒക്കെ പറ്റാം. അത് എളുപ്പമല്ല. ഭഗവത് ഉപാസന, ഭഗവാനെ സ്വാധീനിക്കുക എന്നൊന്നും പറഞ്ഞാൽ എളുപ്പമായിട്ടുള്ള കാര്യമല്ല എന്നാണ് സത്യത്തിൽ ഇത് കാണിക്കുന്നത്. കാരണം ജഡവസ്തുവായിട്ടുള്ള ഒരലിനെ കെട്ടി അത്ര തന്നെ വണ്ണമുള്ള അരയെ തികയാതെ പണ്ട് ഹനുമാനെ കത്തിക്കാൻ വേണ്ടി കെട്ടിക്കൂട്ടിയപ്പോൾ തുണി തികയാത്തൊരു സംഭവം ഉണ്ടായി രാമായണത്തിലല്ലേ. തറ തുണി കൊടുത്തിട്ടും തികയണില്ല. അതേപോലത്തെ ഒരു അനുഭവം 2 വിരൽ നീളം കുറവായിട്ട് എത്ര ഏച്ചു കൂട്ടിയിട്ടും കണ്ടു. ഏച്ചു കൂട്ടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്തി, ജ്ഞാനം ഇത് പൂർണ്ണമായാലേ ഈശ്വരൻ നമ്മുടെ വശത്താവുള്ളൂ. നമ്മളൊക്കെ ഈ കയറിങ്ങനെ ഏച്ച് നോക്കുകയാണ്. തിരുപ്പതി വരെ പോയി നോക്കും, ബദരി വരെ പോയി നോക്കും, ഗുരുവായൂർ പോയി നോക്കും, ബദരി പോയി നോക്കും. തന്നെ ഏക്കൽ. ഈ ഏച്ചിട്ടുണ്ടോ ഭഗവാനെ കെട്ടാൻ കിട്ടണോ? എത്ര ആൾക്ക് കിട്ടിയിട്ടുണ്ട്? ഇങ്ങനെ ഓടി നടന്നിട്ടൊന്നും ഭഗവാനെ കിട്ടില്ല. വെറുതെ വിചാരിക്കുക. ഇരുന്നോടത്ത് ഇരുന്നിട്ട് സാധിച്ചിട്ടുമുണ്ട് ഇല്ലേ. ശങ്കരാചാര്യ മുതലായിട്ടുള്ള മഹാന്മാർക്ക് നാരായണ ഭട്ടേരി അവിടെ ഇരുന്നിട്ടാണ് രചിച്ചിരിക്കുന്നത്, ഓടിയിട്ടല്ല. ഗുരുവായൂർ എന്നുള്ള ആ ഒരു സങ്കല്പത്തിന് പോലും അതീതമായിട്ട് അദ്ദേഹം അവിടെ ഇരുന്നു. ഗുരുവായൂരിനെ ചിന്തിച്ചു, ഗുരുവായൂരപ്പം എന്നേ ഉള്ളൂ. അവിടെ ഇരുന്നിട്ടാണ്. അല്ലാണ്ട് ഒരുപാട് ഓട്ടങ്ങളെ കൊണ്ട് ഭഗവാനെ കിട്ടില്ല. ഉള്ളതില്ലാണ്ട് ഇവ ചെയ്യുക. അപ്പം അതുകൊണ്ട് ആ കയറ് കൊണ്ട് കെട്ടാൻ നോക്കിയ യശോദ നമ്മളൊക്കെ തന്നെയാണ്. ഓടൊന്നും വേണ്ട. ഉള്ള ദിക്കിൽ ഭക്തി ജ്ഞാനം പൂർണ്ണമായാൽ അവിടെ ഉണ്ടാവും ഭഗവാൻ. പൂർണ്ണമായാലേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഉണ്ടാവില്ല. ഇനി അടുത്തതോ കോട്ടായിട്ടപ്പോൾ വിശ്വരൂപം കാണിച്ചതിനെ പറയാണ്. ജൃംഭദോസ്യവദനെ. ജൃംഭത എന്ന് പറഞ്ഞാൽ കോട്ടായിട. ഇപ്പം ഭുവനാനി ഗോപി 14 ലോകങ്ങളും സംവീക്ഷ്യ സംഗീതമന. കണ്ടിട്ട് അത്ഭുതസ്തബ്ധയായി. ഇതെന്താ പ്രധാനി കാണുന്നത്? വിശ്വരൂപം 14 ലോകം ഒരു ഉണ്ണിയുടെ വായിൽ കാണ്. സംവീക്ഷ്യ സംഗീതമന പ്രതിബോധിതയിൽ. പ്രതിബോധിക്കപ്പെട്ടവളായി. ഇത് കുട്ടിയൊന്നുമല്ല, കൃഷ്ണൻ ഈശ്വരൻ തന്നെയാണ് എന്ന് അവൾക്ക് ബോധമുണ്ടാക്കി കൊടുത്തു തൻ്റെ അമ്മയ്ക്ക്. ഒരു ഉണ്ണിയല്ല ഇത്. ജൃംഭദോസ്യ. കോട്ടായിടുന്ന അവൻ്റെ മുഖത്തെ വദനെ ഭുവനാനി ഗോപീ സംവീക്ഷ്യ. ഗോപി ആ ലോകങ്ങളെ കണ്ട് അത്ഭുതസ്തബ്ധയായിട്ട് തത്വജ്ഞാനം ഉദിച്ചവളായി മാറി. ആ ശ്ലോകത്തിൽ 2 കാര്യമാണ്. ഒന്ന്, ഉലൂകല ബന്ധനത്തിന് ശ്രമിക്കുക, കയറ് തികയാതിരിക്കുക. പിന്നെയോ വിശ്വരൂപം കോട്ടായിട്ടപ്പോൾ വായിൽ കണ്ടതും എല്ലാം അത്ഭുതങ്ങൾ തന്നെ. അതാണ് ഹരേരത്ഭുതകർമ്മണ, ഹരേരത്ഭുതകർമ്മണ. അത്ഭുതകർമാവായിട്ടുള്ള ഭഗവാന്റെ കർമ്മങ്ങളുടെ രഹസ്യം ആർക്കാണ് കണ്ടെത്താനോ പറയാനോ ശരിക്ക് സാധിക്കുക? എന്തൊക്കെയോ പറയണു എന്നല്ലേ ഉള്ളൂ. നന്ദഞ്ച മോക്ഷതി ഭയാത് വരുണസ്യ പാശാത് ഗോമാൻ ബിലേഷു വിഹിതാൻ മയസൂനുനാജ അന്യാപൃതം നിശിശയാനമതിശ്രമേണ ലോകേ വികുണ്ടൗപനേക്ഷതി ഗോകുലം സ്മ. ഓരോ വരിയിലാണ് ഓരോ കാര്യം പറഞ്ഞിരിക്കണം കേട്ടോ. നന്ദനെ മോചിപ്പിക്കുക. നന്ദഞ്ച മോക്ഷ്യതി ഒക്കെ ഫ്യൂച്ചർ ടെൻസാണ്. വരാൻ പോണ കാര്യത്തിനെ ബ്രഹ്മാവ് നേരത്തെ കൂട്ടി പറഞ്ഞിരിക്കുക. അതായത് നന്ദഗോപുരം ഒരിക്കലും കുളിക്കാൻ പോയപ്പോൾ വരുണൻ്റെ ആൾക്കാർ നന്ദഗോപരെ പിടിച്ചുകൊണ്ടുപോയി. പഴയ സമയത്ത് എല്ലാ കാര്യത്തിനും സമയമുണ്ട്. സന്ധ്യയ്ക്ക് മുമ്പ് കുളിക്കണം. സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ ആരും കുളിക്കുകയോ തുണി അടിച്ച് തിരുമ്പുകയോ ചെയ്യില്ല. ഇപ്പം ബാത്റൂമുണ്ട്. പിന്നെ ഇപ്പം എന്താ, എങ്ങനെയാ, എന്താ, എപ്പോൾ ആയാ എന്താ, ഒന്നിനും നേരവും ഇല്ല, ഒന്നിനും സമയവും ഇല്ല. അത് ഇപ്പോഴത്തെ സ്റ്റൈലി അല്ലേ. പണ്ട് അങ്ങനെയില്ല. പണ്ട് സന്ധ്യ കഴിഞ്ഞാൽ തുണി അലക്കാനോ കുളിക്കാനോ പാടില്ല, അടിച്ച് തിരുമ്പാൻ പാടില്ല. ആ ശബ്ദം വീട്ടിന് മംഗളമാണെന്നാണ്. അപ്പോൾ ആ സമയത്ത് കുളിക്കാൻ പോയതുകൊണ്ട് വരുണൻ്റെ ആൾക്കാർ നന്ദഗോപരെ അപഹരിച്ചു എന്നാണ്. ജലദേവതകൾ
ജലപിശാച്, ഇങ്ങനെ പല സത്വങ്ങളുണ്ട്. അതിൽ പെട്ട അബദ്ധങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഭയപ്പാടുകൾ, ജീവികൾ എന്നുള്ള ഉപദ്രവമൊക്കെ രാത്രി പണ്ട് കുളത്തിലേ കുളിയുള്ളൂ. വീട്ടിൽ ബാത്റൂമും ഇല്ല, ടോയ്ലറ്റും ഇല്ല, രണ്ടും ഇല്ല. അതുകൊണ്ടും കൂടി ആയിരിക്കുക അപകടം നിന്ന് ഒഴിവാവാൻ സന്ധ്യയ്ക്ക് മുമ്പ് കുളിക്കണം എന്ന് പറയണത്. അപ്പം എന്തായാലും ഇവിടെ സമയം മാറി ചെയ്തപ്പോൾ വരുണൻ്റെ ആളുകൾ വന്ന് കൊണ്ടുപോയി. എല്ലാവരും പറഞ്ഞു, കൃഷ്ണ അച്ഛനെ കാണാനില്ല. അച്ഛനെ കാണാനില്ല, എന്താ എവിടേക്കേ പോയിരുന്ന? കുളിക്കാൻ പോയതാ. കുളിക്കാൻ പോയിട്ട് കണ്ടില്ലെങ്കിൽ ഇപ്പോൾ എവിടെ തിരയുക? വെള്ളത്തിൽ. വേറെ എവിടെയും തിരയില്ലല്ലോ. എല്ലാവരും കൂടി വെള്ളത്തിലാണ് തിരഞ്ഞു. തിരഞ്ഞിട്ട് വരുണൻ്റെ അവിടെ എത്തിയപ്പോൾ അവിടെ ഉണ്ട് നന്ദഗോപർ. ആ നന്ദഗോപർ കൊണ്ടുവന്നത് ശരിക്കും വരുണൻ്റെ ഭൃത്യന്മാരാണ്. വരുണന് ഭഗവാനെ കണ്ടാൽ അറിയാം, ഭഗവാന്റെ അച്ഛനെ കണ്ടാലും അറിയാം. വരുണൻ ബുദ്ധിയുള്ള ആളല്ലേ. പക്ഷെ ഭൃത്യന്മാർക്ക് അത്ര ഔചിത്യം വന്നില്ല. അതാ വരുണൻ ചോദിച്ചു, എന്താ കൃഷ്ണ അവിടെ? അല്ല, അച്ഛൻ കുളിക്കാൻ പോയിട്ട് കാണുന്നുണ്ടായില്ല, അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് അറിയാനാ. ഉടനെ വരുണൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി നന്ദഗോപരെയാ കൊടുന്നിരിക്കണം. വരുണനെ പരിഭ്രമായി, എന്താ നിങ്ങൾ കാണിച്ച്? ആരെയെ നിങ്ങൾ കൊടുന്നാ നിശ്ചയമുണ്ടോ ചോദിച്ചു. വിട്ടുകൊടുക്കൻ. വേഗം വരുണൻ ആജ്ഞാപിച്ചു, ഇത് സർവ്വലോകനാഥനായിട്ടുള്ള ഭഗവാന്റെ അച്ഛനാണ്. അവർക്കൊക്കെ പേടിയായി. കൃഷ്ണ അറിയാതെ പറ്റിയതാണ്, ക്ഷമിക്കണം. ശരിയല്ലാത്ത സമയത്ത് ഒരാളെ കണ്ടു, അതാരാന്നറിയാണ്ട് ഞങ്ങൾ കൊടുന്നു. സാരില്ല. ഭഗവാൻ പറഞ്ഞു, അച്ഛനും എനിക്കും വരുണലോകം ഒന്ന് കാണാറായി. ഈ ലോകമുണ്ട്. അവിടെ ഇരുന്നപ്പോൾ വരുണലോകം കാണുമോ? അപ്പോൾ വരുണലോകത്തിലത്തെ അത്ഭുതങ്ങൾ കാണാൻ വേണ്ടി ഞാൻ തന്നെ ഉണ്ടാക്കി തീർത്ത ഏർപ്പാടാണ് ഭഗവാൻ. അങ്ങനത്തെ ഏർപ്പാടുകളൊക്കെ ഉണ്ട്. മറ്റുള്ളതൊക്കെ അബോധ ലീല, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ലീലകളാണ്. അങ്ങനെ നന്ദനെ വേഗം കൃഷ്ണനെ ഏൽപ്പിച്ച് നമസ്കരിച്ചു. വരണം കൃഷ്ണ ക്ഷമിക്കണേ കേട്ടോ. എന്ന് സാരില്ല എന്നും പറഞ്ഞു ഭഗവാൻ ഗോകുലത്തിലേക്ക് എത്തി. പിന്നെ ബിലേഷു പിഹിതാൻ, അടയ്ക്കപ്പെട്ട ഗോപന്മാരെ മോചിപ്പിക്കും. അതെന്താ ലീല? അത് ഒരു അസുരൻ ഉണ്ടായിരുന്നു, അവൻ വ്യോമാസുരൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പം ഇവനെൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ, കുട്ടികളായിട്ട് ഇങ്ങനെ കളിക്കുകയാണ്. കള്ളനെ പിടിക്കുക, ആടിനെ മോഷ്ടിക്കുക, ആടിനെ മോഷ്ടിക്കുന്നതും അവരെ പിടിക്കുന്നതും പോലീസായിട്ട് പിടിക്കുന്നതായിട്ടുള്ളൊരു ലീല അതിൽ ഏർപ്പെട്ടു. അപ്പം ഇവനെന്ത് ചെയ്തൊരു ഗുഹയിൽ ഒരു ആടായിട്ട് കിടന്നുകൂടിയാൽ കൃഷ്ണൻ വരുമ്പോൾ കൊല്ലാം എന്നങ്ങനെ വിചാരിക്കലും ആ ഗുഹയിൽ കല്ലിട്ടടച്ച് ശ്വാസം മുട്ടിച്ചിട്ട് ഭഗവാൻ അവനെ കൊല്ലുകയും ചെയ്തു. അതാണ് ഇവിടെ ബിലേഷു. ബിലെന്ന് പറഞ്ഞാൽ ഗുഹ, അടയ്ക്കപ്പെട്ട ആ ലീലകൾ നടത്തുന്ന സമയത്ത് അടച്ചു കൊല്ലാമെന്നാണ് ഇവൻ വിചാരിച്ചത്, വ്യോമാസുരൻ. അങ്ങനെ അവനെ കൊന്നു. പിന്നെയോ ആന്യാഭൃതം അതിശ്രമേണ, രാത്രിയിൽ ഉറങ്ങുന്നതും ആയ ഗോകുലത്തെ വൈകുണ്ഠത്തിൽ പ്രാപിപ്പിക്കും. രാത്രിയിൽ വളരെ ക്ഷീണത്തോടു കൂടിയ ഉറങ്ങണ ഗോകുലവാസികളെ വൈകുണ്ഠത്തെ പ്രാപിപ്പിക്കാനും ഭഗവാന് കഴിയും. ഭാവിയിൽ അങ്ങനെ ലീലയുണ്ട്. എന്താ ലീല? ഗോപന്മാരുടെ വൈകുണ്ഠ ദർശനം. അതാണ് അവിടെ ലീല. എന്താ വെച്ചാൽ, വരുണലോകത്തിൽ നിന്ന് നന്ദഗോപർ വന്നപ്പോൾ നന്ദഗോപർക്ക് സന്തോഷം ഉണ്ടായത്, വരുണലോകം കാണേണ്ട മട്ടാണ്. അതിനെക്കുറിച്ച് ഒരു വിവരണം നടത്തിയപ്പോൾ ഗോപന്മാർക്കൊക്കെ ആഗ്രഹം, കൃഷ്ണ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാണണമെന്നുണ്ടാവില്ലേ, അച്ഛന് മാത്രം കാണിച്ചു കൊടുത്താൽ മതിയോ? ഭഗവാന് തോന്നി അവരുടെ ആകർഷണം ദാഹിക്കണ്ടേ, എല്ലാവരും കണ്ണടച്ചോളിൻ. എല്ലാവരും കണ്ണടച്ചു. ഇപ്പം എന്താ തോന്നണം? ഇപ്പം ഇതാ വൈകുണ്ഠത്തിൽ ഭഗവാൻ കിടക്കേണ്ട കുറേ ആൾക്കാരുണ്ട്. വിഷ്ണു ഭഗവാൻ, ലക്ഷ്മി ദേവി, പാർഷദന്മാർ, അവിടുത്തെ മോക്ഷം കിട്ടിയ ജീവന്മാർ, ചതുർബാഹുക്കളായിട്ട് അനവധി ആൾക്കാർ. ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ കൃഷ്ണ ഞങ്ങൾ കാണുന്നു. കണ്ടില്ലേ? കണ്ടിട്ടിപ്പോൾ എന്താ തോന്നണത് ഈ ലോകത്തിൽ ഏറ്റവും സുഖം കൃഷ്ണൻ്റെ കൂടെയാണെന്നാണ് ഞങ്ങൾക്ക് തോന്നണത്. ഇതൊന്നും സാരില്ല കൃഷ്ണ. എന്താ നിങ്ങൾ അങ്ങനെ പറയണോ? ഇവിടെ കുട്ടികളുടെ കളിയൊന്നുമില്ല. വൈകുണ്ഠത്തിൽ കുട്ടികളുണ്ടോ? കളിയുണ്ടോ? ഒന്നുമില്ല. ഒരു രസമില്ല. ഏതാ നിങ്ങൾക്ക് രസം?
കൃഷ്ണൻ്റെ കൂടെ ആ വൃന്ദാവനത്തിൽ കളിക്കണ ആ ഒരു ലീലകളുണ്ടല്ലോ, എന്തൊക്കെ തമാശ കൃഷ്ണൻ ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ കൃഷ്ണനോട് പറഞ്ഞു. ഒരു നിയന്ത്രണമില്ല. ഇംഗ്ലീഷിൽ പറയും ഇടോണ്ടെന്ന് അധികം കുട്ടികളോട് പറയാതെ കഴിക്കണം എന്നാണ്. പറയാതെ അവരോട് അപകടത്തിൽ ചാടാതെ ഇരിക്കും വേണം. ഡോണ്ടെന്ന് വിലക്കിയാൽ പൊതുവെ അവരുടെ പുരോഗതിയുടെ ആ ഒരു ഫോഴ്സ് കുറയുന്ന. ഡോണ്ട് പറയാതെ അപകടം ഒഴിവാക്കും വേണം. അതുകൊണ്ടൊക്കെ എന്താ വെച്ചാൽ കാട്ടിക്കോട്ടെ, അതല്ല. ഡോണ്ട് എന്ന് ഒരുപാട് പറയുന്നത് സൈക്കോളജിക്കലി കുട്ടിയെ നെഗറ്റീവ് ആക്കും, സൈക്കോളജിസ്റ്റ് പറയണതാണ്. അതുപോലെ ഈ കുട്ടികളുടെ കൂടെ കളിക്കുമ്പോൾ ഡോണ്ടെന്ന് കൃഷ്ണൻ പറയേയില്ല. എന്ത് വേണമെങ്കിലും കളിക്കാം. കൃഷ്ണ അതല്ലേ സുഖം. അതുകൊണ്ട് ഞങ്ങൾക്ക് വൈകുണ്ടൊന്നും വേണ്ട. ഞങ്ങൾക്ക് ആ പഴയ വൃന്ദാവനത്തിലെ കൃഷ്ണൻ്റെ കൂടെ കളിച്ചാൽ മതി. എന്നാൽ കണ്ണടച്ചോളിൻ. കണ്ണടച്ചു, ഇതാ എല്ലാവരും വൃന്ദാവനത്തിലും ഇങ്ങനെ മതി കൃഷ്ണ. അപ്പം പിന്നെ എന്തിനാ നിങ്ങൾ അത് കാണണം ഇത് കാണണം എന്നൊക്കെ പറഞ്ഞത്? അതായത് ഭഗവാനുമായിട്ട് താതാത്മ്യം പ്രാപിച്ചാൽ. ഇപ്പം ഈ വൃന്ദാവന ലീലകളും കൃഷ്ണലീലകളൊക്കെ എവിടെയാണ്? ഇതൊക്കെ നമ്മുടെ മനസ്സിൽ തന്നെയാണ്. ഇതിന് വേണ്ടി വൃന്ദാവനത്തിൽ പോകുന്നുണ്ട് ചിലർ. ആലോചിച്ച് നോക്കിയ ഇത്രയും ബസ് ചാർജും വണ്ടിക്കൂലിയും ചിലവാക്കി ബുദ്ധിമുട്ടിയിട്ട് വൃന്ദാവനത്തിൽ പോയിട്ട് അവിടെ കൃഷ്ണൻ സത്യത്തിലുണ്ടോ? ഇപ്പോൾ ഉണ്ടോ? ഇപ്പല്ലല്ലോ, ഏതോ കാലത്തുണ്ടായിരുന്നു എന്ന് പറയണു. അതാണ് വൃന്ദാവനം ഒക്കെ പറയണതല്ലേ. കൃഷ്ണനുള്ള പ്രതീതി ഒന്നും ഇപ്പോൾ അവിടെ വൃന്ദാവനത്തിലില്ല എന്ന് വാദിക്കണ ഒരുപാട് ആളുണ്ട്. ഉണ്ട് എന്ന് വാദിക്കണവരും ഉണ്ട്. എന്തിനാ ഈ തർക്കത്തിന് പോകണം? നമ്മുടെ മനസ്സ് ഒരു വൃന്ദാവനാക്കിയിട്ട് അവിടെ മാറ്റിയാൽ പോരെ, ധാരാളം മതി. ഭാഗവതം വായിക്കണവർക്ക് പിന്നെ എന്തിനാ വേറെ വൃന്ദാവന യാത്ര? ആവശ്യമില്ല. അത് നമ്മുടെ മനസ്സിൽ നമുക്ക് കാണാൻ കഴിയും. അതാണ് അവിടെ അന്യാവൃതം നിശിശയാനമതിശ്രമേണ ലോകേ വികുണ്ട ഉപനേഷ്യതി ഗോകുലം സ്മ. ആ കുട്ടികളെ വൈകുണ്ഠത്തിലേക്ക് എത്തിച്ചു. ഇങ്ങനെ പെട്ടെന്നൊക്കെ വൈകുണ്ഠത്തിൽ എത്തിക്കുക എന്ന് പറഞ്ഞാൽ കൃഷ്ണാവതാരത്തിലല്ലാണ്ടേ വേറെ എവിടെയാണ് സാധിക്കുക? അപ്പം ആ ലീലയും ഭാവിയിൽ ഭഗവാൻ ചെയ്യും നാരദ എന്ന് ബ്രഹ്മാവ് പറഞ്ഞു. ഇനിയും കൃഷ്ണലീലകളെ തുടർന്ന് വർണ്ണിക്കുകയാണ് അടുത്ത ശ്ലോകങ്ങളിലായിട്ട്. കായേന വാചാ മനസേന്ദ്രിയർവാപ്ത്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൻ കരോതി യത്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.